അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആനക്ക് കരയാറില്ല, അതായത് സങ്കടം കൊണ്ട് കരയാറില്ല എന്ന് പറയാം. ഇപ്പൊ കണ്ണീരിന്റെ പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും പറയാറ് ആനയും കരയുന്നു എന്ന്. സദാസമയം ആനയുടെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരും. ആന പുറത്തിറങ്ങുമെന്ന് പറയുന്നത്, പുറം അകം എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ്. അതായത് ആനയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോർഡർ കൊടുത്തിട്ട് ഇതിൻ്റെ അപ്പുറം നിന്റെ സ്ഥലമല്ല, ഇതിൻ്റെ അപ്പുറം ഞങ്ങളുടെ സ്ഥലമാണെന്ന് മനുഷ്യൻ പറയുന്നതാണ്. ആനകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമുള്ള സ്ഥലം മുഴുവൻ അവരുടേതാണ്. ആന ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു മൃഗമാണ്. കാട്ടിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മൃഗങ്ങളിൽ ഒന്നുകൂടിയാണ് ആന. നമ്മളെ കൊല്ലണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആന വെറുതെ മോക്ക് ചാർജ് അല്ല ചെയ്യുക, ശരിയായ ചാർജ് ആയിരിക്കും. അത്തരത്തിലുള്ള ചാർജിൽ നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. ആനകളെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. കുടുംബം എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ട് നമ്മളിപ്പം നമ്മുടെ കൺവെൻഷനിൽ ധാരണയില്ല അണുകുടുംബമേ അല്ല. ആനക്ക് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം അതായത് മിററിൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രതിബിംബങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ജീവികളിൽ ഒന്നാണ് ആന. മറ്റു ജീവികൾക്കൊന്നും അതില്ല. അവർക്ക് അപകടകരമായിട്ടുള്ള, അവർക്കെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അപകടകരമാകുന്ന വിധത്തിലുള്ള അടുത്തോട്ട് സാമീപ്യം വന്നു കഴിഞ്ഞാൽ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് മോക്ക് ചാർജ് ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് മോക്ക് ചാർജിന് അപ്പുറം വേണമെന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ ശരിയായ ചാർജ് ചെയ്യും. അത് നമ്മുടെ അവസാനം കൂടിയായിരിക്കും. സയൻസ് കമ്മ്യൂണിക്കേറ്റർ വിജയകുമാർ ബ്ലാത്തൂറാണ് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. ഈ ദേശോത്സവത്തിനെത്തിയ ആന പാപ്പാനെ കുത്തിക്കൊന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് വന്നത്. അതിന് തൊട്ട് പിന്നാലെ നമ്മൾ സംസാരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൻ പ്രദേശത്താണ്. 5 വർഷത്തിലേറെയായി ആനക്കൊപ്പ പാപ്പാനുണ്ട്. പക്ഷെ നിമിഷ നേരം കൊണ്ടാണ് നടു റോട്ടിലിട്ട് ആന പാപ്പാനെ കുത്തിക്കൊല്ലുന്നത്. ഒരു കുത്തി പിന്നീട് മരണം ഉറപ്പാക്കുന്നത് പോലെ രണ്ടാമതൊരു കുത്തി അനക്കി നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ആ പാപ്പാൻ്റെ മുമ്പുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അത്രയും സ്നേഹത്തിൽ ആനക്കൊപ്പം ആനയുടെ കാലിൽ ചാരിക്കിടക്കുന്നത് കാണുന്നുണ്ട്. അത്രയും സ്നേഹം പങ്കുവെക്കുന്നുണ്ട് പാപ്പാൻ. അപ്പോൾ ഈ ആന ഇണങ്ങുന്നതാണോ മെരുങ്ങുന്നതാണോ എന്നൊരു സംശയം ഉണ്ടല്ലോ. ഇപ്പോഴും വളരെ കാലമായിട്ടുള്ളൊരു ആൾക്കാരുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഡിസ്കഷനാണിത്. അതായത് ആന എന്ന് പറയുന്നത് നമ്മളെ പോലെ ചിന്തിക്കുന്ന, മനുഷ്യനുമായിട്ട് വളരെ ഇണങ്ങുന്ന ഒരു ജീവിയാണെന്ന്. പല കഥകളും നമുക്ക് പറയാനുണ്ടാവും. പലപ്പോഴും ആനപ്രേമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ഇത്തരത്തിലുള്ള ആനകൾ എപ്പോഴും വരും. അവരുടെ വീരകഥകൾ, സ്നേഹകഥകളൊക്കെ. അതായത് പാപ്പാൻ പ്രത്യേക ഘട്ടത്തിലൊക്കെ വെള്ളമടിച്ചിട്ടൊക്കെ വീണുപോയാൽ പോലും അതിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുന്ന ആന എന്നൊക്കെ പറയുന്ന പോലെ പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലെയൊക്കെ പെരുമാറുന്ന ആനയുടെ കഥകളൊക്കെ പറയാനുണ്ടാവും. പക്ഷെ അവരൊന്നും പറയാൻ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതേ ആനകൾ തന്നെ എത്രയോ പാപ്പന്മാരെ ചവിട്ടി കൊന്നിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് ഒരു പ്രകോപനവും പറയാനില്ലാതെ ചിലപ്പോഴും ഉണ്ടാവുമായിരിക്കും ആനയെ നന്നായിട്ട് പീഡിപ്പിച്ചു എന്നും അതിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയാനുണ്ടാവും. ഇതൊന്നും ഇല്ലാതെയും ആന പല ആൾക്കാരെയും ആക്രമിച്ച ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് മുഴുവൻ ഈ ആനപ്രേമികൾ എന്ത് ചെയ്യും, മറച്ചു വെക്കും. അതായത് ഇഷ്ടമുള്ളത്, അവരുടെ ഇഷ്ടങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്നേഹകഥകൾ മാത്രം പാടുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിൽ എത്രയോ മടങ്ങാണ് കൊന്ന കഥകൾ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആന എന്ന് പറയുന്ന ഒരു ജീവിയെ നമ്മളിപ്പോഴും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതായത് സയൻസിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏറ്റവും കഴിഞ്ഞ വർഷമുള്ള ഒരു പുതിയ പഠനമാണ് വന്നത്. ആനകൾ അവരുടെ പേര് വിളിച്ചിട്ട്, അതായത് മറ്റ് മൃഗങ്ങൾക്കൊന്നും ഇല്ലാതെ നമ്മൾ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഞാൻ അഫ്സൽ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വിജയകുമാർ എന്ന് പേരുള്ളത് പോലെ ഓരോ ആനക്കും അവരുടെ ഒരു കൂട്ടത്തിൽ ഒരു പേരുണ്ട് എന്നുള്ള അറിവ് നമുക്ക് കിട്ടുന്നത് ഏറ്റവും പുതിയതാണ്. അതായത് ഒരു കൂട്ടത്തിലെ ഒരാനയോട് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ കൂട്ടത്തിലെ പിടിയാനക്ക് അല്ലെങ്കിൽ അതിലെ തലൈവിയായിട്ടുള്ള ആനക്ക് പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, അൾട്രാ സൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വളരെ ദൂരെ കിലോമീറ്ററുകളോളമുള്ള ആനകളുമായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. അപ്പോഴും അതിൻ്റെ അർത്ഥം നമ്മൾ ആനയെ മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലാതെ ആനയെ പഠിച്ചിട്ടില്ല. ഉദാഹരണത്തിന് ആനയുടെ മസ്ത് എന്ന് പറയുന്നത്, ആനയുടെ മദപ്പാട്. നമ്മൾ ഈ ഇന്ത്യൻ കൾച്ചറിൽ ഋഗ്വേദത്തിലടക്കം മസ്തിനെ പറ്റി പറയുന്നുണ്ട്, അതായത് മദപ്പാടിനെ പറ്റിയിട്ട്. പക്ഷേ എങ്കിൽ ആഫ്രിക്കൻ ആനകളിലെ ആണാനകൾക്ക് മസ്ത് ഉണ്ട് എന്നുള്ളത് 1970 ശേഷമാണ് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് പോലും. അപ്പോൾ ആനകളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലാതെ ആനയെ പഠിച്ചിട്ടില്ല. അതിൻ്റെ പരിമിതിയുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് വളരെ വന്യമായിട്ടുള്ള മൃഗമാണ്. മറ്റു വന്യമൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ തലച്ചോറിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. ഫ്രണ്ടൽ കോർട്ടെക്സിലും ചെറിയ വ്യത്യാസമുണ്ട്.
ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ അതിന് പറ്റും മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട്. അതായത് ഏറ്റവും ചില പുതിയ പഠനങ്ങൾ ഇവർ ചില ഗോത്ര സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് മരണാനന്തരം അവരുടെ കൂട്ടത്തിൽ ഒരു ആന മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചില ചടങ്ങുകൾ ചെയ്യുന്നത് പോലെ പോലും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആനകളൊക്കെ അതിന് ചുറ്റും വന്ന് നിൽക്കുക, ചില ഇലകളൊക്കെ കൊണ്ടുവെക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇനിയും മനസ്സിലാക്കാനുള്ള ജീവിയാണ്. പക്ഷേ വന്യജീവിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല, ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മെരുങ്ങുക എന്ന് പറയുന്നത് മാത്രമാണ് സാധ്യമാകുന്നത്. നമുക്ക് മെരിക്കാൻ പല ജീവികളെയും പറ്റും. അത് നമുക്ക് അതിനെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ചില റിവാർഡുകൾ കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് സമയത്തൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് പല മൃഗങ്ങളെയും പറ്റും. അത് പുലിയെയും പറ്റും, കടുവയും പറ്റും, സിംഹത്തെയും പറ്റും. നമുക്കറിയാം സർക്കസിലൊക്കെ ഇത്തരത്തിൽ കടുവകളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പുലികളെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് കരടികളെയൊക്കെ കൊണ്ട് അരക്ക് കയറ് കെട്ടിയിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്, കുരങ്ങിനെ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതൊക്കെ മെരിക്കലാണ്, ഇണക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇണക്കം എന്ന് പറയുന്നത് വളരെ കൊല്ലങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആനയെ പോലെയുള്ള ജീവി അങ്ങനെ ഇത്രയും ഒരു ലൈഫ് വളരെ നീണ്ടതാണ്. ആ ജീവിയെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ തന്നെ ആയുർദൈർഘ്യത്തിലും കൂടുതലാണ്. പഴയ കാലത്ത് നമുക്ക് അറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 40 വയസ്സിൽ താഴെയാണ്. അപ്പോഴും ആനക്ക് 80 വയസ്സിന് മുകളിലുണ്ട്. അതിനു മുമ്പുള്ള നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിൻ്റെ ആദ്യകാലങ്ങളിൽ നമുക്ക് ഒരു മീറ്റിംഗ് ചെയ്യാനുള്ള ഒരു പ്യൂബേർട്ടി ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ ആയുസ് തീർന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ 30 വയസ്സ് താഴെയൊക്കെ ആയിരിക്കും പണ്ട്. അപ്പോഴും ആനക്ക് 80 ഒക്കെ വർഷം നിൽക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഈ ആനയെ നമുക്കിങ്ങനെ ഒരാൾക്ക് ഒരു ആനയെ ഇണക്കിയിട്ട് അതിൻ്റെ സ്വഭാവത്തിൽ നിന്നും അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിൽ സാധുവായിട്ടുള്ള അല്ലെങ്കിൽ അഗ്രസീവ്നെസ് കുറഞ്ഞൊരു കുഞ്ഞിനെ എടുത്ത് അങ്ങനെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ പറ്റുമെങ്കിലും നമുക്ക് നല്ല ഇണങ്ങുന്ന ഒരു ആനയൊക്കെ ഉണ്ടാവുമായിരുന്നു. മനുഷ്യവർഗത്തിന് അത് പറ്റിയിട്ടില്ല. ഇതുവരെ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇണങ്ങിയ ഒരു ആനയില്ല. ചിലപ്പോൾ ഈ ഭയം കൊണ്ട് മെരുങ്ങിയിട്ട് കുറച്ചു കാലമൊക്കെ ഇഷ്ടംപോലെ പാപ്പാൻ പറയുന്നത് പോലെ കേൾക്കുകയും ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആനകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ ഇണങ്ങിയ ആനയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഈ കാട്ടാനയിൽ നിന്ന് നാട്ടാനയിലേക്കുള്ള ഈ ഒരു കാലയളവിൽ ആനകൾക്ക് വരുന്നൊരു മാറ്റങ്ങൾ എത്രത്തോളാണ്? കാട്ടാന എന്ന് പറയുന്നത് ഒരിക്കലും നാട്ടാന ആകുന്നില്ല. നമ്മൾ വീണ്ടും പറയുമ്പോൾ അത് നാട്ടാന എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ ചില അനുസരണകൾ പഠിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ബംഗാളിയും പഠിപ്പിക്കും, ബീഹാറിയും പഠിപ്പിക്കും, മലയാളിയും പഠിപ്പിക്കും. അത് പഠിപ്പിക്കുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അടിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ഇപ്പോഴൊക്കെ കുങ്കിയാനയൊക്കെ ഉണ്ടാക്കുന്നതിന് പുതിയ ഡോക്ടർ അരുൺ സക്കറിയൊക്കെ ഉപയോഗിക്കുന്ന പുതിയ രീതിയുണ്ട്. അതായത് അടിച്ചിട്ട് അനുസരിപ്പിക്കുന്നതിന് പകരം ഭക്ഷണം കൊടുത്തിട്ട് കരിമ്പൊക്കെ കൊടുത്ത് അതിനെ സന്തോഷിപ്പിച്ചിട്ട് റിവാർഡുകൾ കൊടുത്തിട്ട് അനുസരിപ്പിക്കുക എന്നുള്ള പുതിയ രീതികളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ 2-3 മാസം കൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആനകൾ നമ്മൾ കരുതുന്നതിലും കൂടിയ സാമൂഹ്യ സ്വഭാവമുള്ളതാണ്. മെട്രിയാർക്കിക്കൽ സൊസൈറ്റിയാണ്. ഒരു പെണ്ണാനയും കുറേ കുടുംബം, അവർ വളരെ പ്രധാനമായിട്ട് ആ കുടുംബാംഗങ്ങളെയൊക്കെ സംരക്ഷിക്കുകയും അവരുടെ ഒക്കെ ഒരു ബാക്കി മൃഗങ്ങളിൽ നിന്നൊക്കെ അവനവൻ്റെ അതിജീവനം മാത്രമാണ് പ്രശ്നം. ആനകളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ അതിജീവനമല്ല, ആ ഗ്രൂപ്പിൻ്റെ അതിജീവനമാണ്. അതുകൊണ്ടാണ് ആ കൂട്ടത്തിൽ ഒരു ആനക്കുട്ടിക്ക് വേണ്ടിയിട്ട് പോലും അവർ വളരെയധികം പൊരുതുക പോലും ചെയ്യുന്നത്. അല്ലാതെ ആനക്കൂട്ടത്തിലെ എല്ലാ പെണ്ണാനകളും പ്രസവിക്കുന്നില്ല. അതിൽ വളരെ കുറച്ച് പെണ്ണാനകൾ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ. ജീവിതകാലത്തിൽ ഒരിക്കലും പ്രസവിക്കാതെ ഇഷ്ടം പോലെ പെണ്ണാനകൾ ഉണ്ടാവും. അതുപോലെ ആനകൾ മീറ്റ് ചെയ്യുന്നതും പുറത്തുള്ള ഏതെങ്കിലും ഏറ്റവും വസ്തു കൂടിയ കൊമ്പൻ മാത്രമാണ്. അല്ലാതെ എല്ലാ കൊമ്പനാനകൾക്കും ജീവിതത്തിൽ ഇണചേരാൻ പോലും പറ്റില്ല. വളരെ വർഷങ്ങൾ 40 വയസ്സിൻ്റെയൊക്കെ ശേഷമാണ് ഒരു കൊമ്പനാനക്ക് ചിലപ്പോൾ ഒരു പെണ്ണാനിയുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വളരെ സുദൃഢമായിട്ടുള്ള ഒരു കുടുംബ രീതിയൊക്കെയുള്ള ആനകളുടെ കൂട്ടത്തിൽ ഒന്നിനെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് ഒറ്റക്ക് വളർത്തുക എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് കൊമ്പനായാലും പിടിയായാലും. അപ്പം നമ്മൾ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജൈവ സ്വഭാവങ്ങളൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിന് പകരം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരാൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ ജീവിപ്പിച്ചാൽ നമ്മൾ സുഖമായിട്ട് ജീവിക്കുമല്ലോ. ഭക്ഷണം കിട്ടുന്നു, രാവിലെ ഉച്ചക്കും പനമ്പട്ട കിട്ടുന്നു, മറ്റേ ചോറ് കിട്ടുന്നു, കദളിപ്പഴം കിട്ടുന്നു, ഹാപ്പി. അങ്ങനെയല്ല. ഭക്ഷണം മാത്രമല്ല ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം വേറെ ഒരു തരത്തിലുള്ള ജീവിയായിരുന്നെങ്കിൽ ഇവർ അതുമായിട്ട് പൊരുത്തപ്പെടുമായിരിക്കും. ഇതിന് പറ്റില്ല.
അപ്പോൾ നമ്മൾ ഏത് വിധത്തിലും ഒരു കാട്ടാനയെ നാട്ടാനയാക്കാൻ പറ്റില്ല. ചില അനുസരണകൾ പഠിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് ശീലങ്ങൾ പഠിപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം. ഏത് നിമിഷവും ആ സ്വഭാവത്തിൽ നിന്നും അതിന്റെ വന്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകും. ഈ മതം പൊട്ടുക അല്ലെങ്കിൽ മതം ഇളകുക എന്ന ഈ പ്രയോഗം ഉണ്ടല്ലോ, സാറ് പറഞ്ഞ ഈ മസ്തകം ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ശരിക്കും ആനകൾക്ക് അത് സംഭവിക്കുന്ന ആ ഒരു രീതി എന്താണ്, അതിന്റെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത്? മസ്തകം എന്നുള്ള വാക്ക് തന്നെ വളരെ കൗതുകരമാണ്. അതിൽ നിന്നാണ് മസ്ത് എന്ന് പറയുന്ന വാക്ക് വരുന്നത്. മസ്ത് ഉറുദു വാക്കിൽ നിന്നാണ്. അതായത് ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ഒരു തരം ഉന്മാദാവസ്ഥ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഒരു മസ്ത് എന്ന്. ഇംഗ്ലീഷിലും മസ്ത് എന്നാണ് അതിന് പറയുക. അപ്പോൾ ആനകളുടെ എല്ലാ ജീവികൾക്കും അവരുടെ ലൈംഗിക പ്രജനന സവിശേഷതകൾ ഉണ്ടാവും. ആനകളെ സംബന്ധിച്ചിടത്തോളം അവയിലെ കൊമ്പനാനകൾക്ക്, ആണാനകൾക്ക്, നമ്മൾ കൊമ്പനാന എന്ന് പറയുമ്പോൾ നമ്മുടെ ഏഷ്യൻ ആനകളിൽ പറയുമ്പോഴേ കൊമ്പനാന എന്ന് പറയാൻ പറ്റുള്ളൂ. ആഫ്രിക്കൻ ആനകളിൽ പെണ്ണിനും ആണിനും കൊമ്പുണ്ട്, അതുകൊണ്ട് അവരെ പെണ്ണാന ആണാന എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഏഷ്യൻ ആനകളിൽ ഈ മസ്ത് എന്ന് പറയുന്നത് പ്യൂബർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇണചേരൽ കാലം ഒരു 15 വയസ്സിനോട് അടുക്കുമ്പോഴൊക്കെ ഇവരിൽ ഈ പ്യൂബർട്ടിയുടെ, നമുക്ക് മനുഷ്യന്മാർക്ക് നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളിലൊക്കെ സെക്ഷൽ അറൂസലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്ന അത് കൃത്യമായിട്ടുള്ളൊരു ടെമ്പറൽ, അതായത് ഒരു കൃത്യമായിട്ടുള്ള കാലയളവിൽ മാത്രം സംഭവിക്കുന്നതാണ്. അപ്പോൾ ടെമ്പറൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന തലയുടെ 2 ഭാഗത്തുള്ള ഗ്ലാൻഡുകൾ അപ്പോഴും വീർക്കും. അതിലുണ്ടാകുന്ന ഒരു തരം ടാറ് പോലെയുള്ള ഒരു സ്രവം ഉണ്ടാവും. അതായത് കൂടിയ അളവിൽ 60 മടങ്ങ് ഒക്കെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ അളവ് 60 മടങ്ങ് തൊട്ടിട്ട് 140 മടങ്ങൊക്കെ ആ സമയത്ത് കൂടും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ 2 ടെമ്പറൽ ഏരിയകളിൽ നിന്നും ഒരു ദ്രാവകം പുറത്തേക്ക് ഒഴുകും. അത് വളരെ രൂക്ഷ ഗന്ധമുള്ളതായിരിക്കും. അതിൽ പലതരത്തിലുള്ള ടാറിനെ പോലെയുള്ള ഫിനോളുകൾ, അങ്ങനെ പല ഘടകങ്ങളും അതിലുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഇതാണ് മസ്താണ് അവയുടെ ഒരു ലൈംഗിക ആകർഷണ സാധനം. അതിൻ്റെ ഒരു മണമാണ് പിടിയാനകളെ ഇതിന് ഏറ്റവും കരുത്തനാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അത് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് മസ്തിൻ്റെ രൂക്ഷതയും കൂടിക്കൊണ്ടിരിക്കും. ഏറ്റവും രൂക്ഷത ഉണ്ടാകുക നല്ല പ്രായപൂർത്തിയായതല്ല, ചെറുപ്പക്കാർക്കല്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് നമ്മൾ 15 വയസ്സാകുമ്പോൾ ഒരു കൊമ്പനാന പ്രായപൂർത്തിയാകുമെങ്കിലും അതിൻ്റെ മസ്തിന് ഇത്ര തീവ്രത വരില്ല. അത് പ്രായം കൂടുന്നതിനനുസരിച്ച് 40-45 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഏറ്റവും തീവ്രമായിട്ടുള്ള മസ്ത് ഉണ്ടാകുക. അപ്പോൾ ഈ സ്രവത്തിൻ്റെ തീവ്ര ഗന്ധം ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു തരം ടെറിട്ടോറിയൽ സ്വഭാവം, അതായത് ഞാനാണ് ഇവിടെയുള്ള ഏറ്റവും കരുത്തനായ കൊമ്പൻ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത് പ്രസരിപ്പിച്ചുകൊണ്ട് അത് സഞ്ചരിക്കുകയാണ് ചെയ്യുക വേറൊരു ആനക്കൂട്ടങ്ങളെ അന്വേഷിച്ചിട്ട്. സാധാരണ കൊമ്പനാനകളൊക്കെ അവരുടെ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കും. പെണ്ണാനകളുടെയും അതിലെ സബ് അഡൽട്ടുകൾ മാത്രമായിരിക്കും ഒരു കൂട്ടത്തിലുണ്ടാകും. ഒരിക്കലും കൊമ്പനാനകൾ ആനക്കൂട്ടങ്ങളിൽ ഉണ്ടാവില്ല. അവർ ഒറ്റക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 കൊമ്പനാനകൾ കൂടിയിട്ടുള്ള കൂട്ടമായിട്ട് സഞ്ചരിക്കുക. ഈ കൊമ്പനാനകളിൽ മസ്ത് കൂടിയവർ, മസ്ത് കുറഞ്ഞവരൊക്കെ ഓടിച്ച് മസ്ത് കൂടിയവൻ ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും കരുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ പോയിട്ട് ഏതെങ്കിലും ആനക്കൂട്ടത്തിലെത്തുന്നു. അവിടെയുള്ള ഇതിനെ തിരഞ്ഞെടുക്കുന്ന ആ കൂട്ടത്തിലെ തന്നെ ഏറ്റവും പക്വതയുള്ള അല്ലെങ്കിൽ പ്രായമുള്ള അതിലെ അഡൽട്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള പെണ്ണാന തീരുമാനിക്കുന്നത് ചിലപ്പോൾ ആ പെണ്ണാന തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിൽ അംഗീകരിക്കുന്ന ഒരു പെണ്ണാനുമായിട്ട് അത് ഇണചേരുകയും ചെയ്യുക. അപ്പം മറ്റുള്ളവരെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ മസ്ത് വിടുന്നത്. പല സ്ഥലങ്ങളിൽ അത് പുരട്ടി വെക്കും, മരങ്ങളിൽ, പാറകളിൽ, പോകുന്ന സ്ഥലത്തൊക്കെ. അവിടെ ചെറിയ കുട്ടിക്കൊമ്പന്മാരൊക്കെ ഈ മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ആക്രമിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ പെണ്ണാനകളെ ആക്രമിക്കും, ചിലപ്പോൾ വഴി കണ്ട മൃഗങ്ങളെയൊക്കെ ആക്രമിക്കും. റൈനോകളെയൊക്കെ കൊന്നിട്ടുണ്ട് ഇവർ ഇത്തരത്തിൽ. അതായത് കുട്ടി ആനകളെ ചിലപ്പോൾ ആക്രമിക്കും, എന്തും ചെയ്ത് കളയും. അതായത് മതമിളകുക എന്ന് പറയുന്ന അർത്ഥം ആ അർത്ഥത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ആനകൾ നമ്മൾ കാട്ടിൽ നിന്നും പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് അതിനെ പരിശീലിപ്പിക്കുകയോ എന്ത് ചെയ്യുമ്പോഴും ഈ സൈക്ലിക്കായിട്ടുള്ള ഈ ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ആ സമയത്ത് അവ കാണിക്കുന്നതാണ് മസ്തുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പാപ്പാനെന്നോ മനുഷ്യനെന്നോ ഓട്ടോറിക്ഷയെന്നോ പെരുന്നാളെന്നോ ഉത്സവമെന്നോ എന്നുള്ള യാതൊരു പരിഗണനയുമില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ സമയത്ത് ഇവരുടെ ടെമ്പറൽ ഗ്ലാൻഡുകൾ വളരെ വീർത്ത് നിൽക്കുന്നത് കൂടാതെ ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പലതരത്തിലുള്ള സ്രവങ്ങൾ കുറേ പ്രാണികളെയൊക്കെ ആകർഷിക്കും. അപ്പം കണ്ടമാനം പലതരത്തിലുള്ള ഈച്ചകളും ഒക്കെ വരുമ്പോൾ അതിന് ഭയങ്കര അസ്വസ്ഥതയാകും. ചെവിക്ക് ചുറ്റും ഇതിങ്ങനെ കറങ്ങിയിട്ട് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ വലിയ സൗണ്ടുകളോട് ആ സമയത്ത് വലിയ
അസ്വസ്ഥത ഉണ്ടാക്കും, പ്രകാശത്തോട് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് കഴിയുന്നതും ഇവ ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നാട്ടാനകളെ ഇപ്പോൾ ഉപയോഗിക്കുക. അതിന് പലപ്പോഴും ശ്രീലങ്കയിലൊക്കെ ഉപയോഗിച്ചിരുന്നവ പട്ടിണിക്കിടുക എന്നുള്ള, ഭക്ഷണം കൊടുക്കാതെയൊക്കെ വെള്ളം കൊടുക്കാതെയൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മസ്ത് കുറയുമെന്നാണ് അവരുടെ അനുഭവത്തിലൂടെ അവർ ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എങ്കിലും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് സാധാരണഗതിയിൽ ബോധമുള്ള ഒരാളും ഈ ആനകളെ ഉത്സവത്തിനോ വേറെ ഏതും പരിപാടിക്കോ കൊണ്ടുപോകില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ ആവശ്യകത എന്ന് പറയുന്നത് ഇതിന് ഒരു ഉൽപ്പന്നമായിട്ട്, അതായത് വിറ്റ് കാശാക്കുക എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആനകളെ പോറ്റിയിട്ട് അതിന് മസ്തുണ്ടെങ്കിലും അത് ഒളിച്ചു വെച്ചിട്ടൊക്കെ ചില ആന ഉടമകൾ ഇതിനെ കൊണ്ടുപോയിട്ട് ആനയുടെ കണ്ണിന്റെ ഭാഗത്ത് നിന്ന് ദ്രാവകം വരുന്നതാണ്, അതിനെ കണ്ണീരായിട്ടും അതുപോലെ ആന പ്രയാസപ്പെട്ടിട്ടാണ് നടക്കുന്നത്, ഇതൊക്കെ ചർച്ചകൾ കാണാറുണ്ടല്ലോ. ശരിക്കും അത് ഈ പറയുന്ന മസ്തകവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്? അല്ല. അതായത് ആനയുടെ കണ്ണീരിൽ മാത്രമല്ല, എല്ലാ ജീവികളുടെയും കണ്ണ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ലെൻസ്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് ആണല്ലോ നമുക്കൊക്കെ പ്രകാശത്തിനുള്ളിൽ എത്തിയിട്ട് പ്രതിബിംബം ഉണ്ടാക്കുന്നത്. ആ ഒരു ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ അടക്കം കണ്ണ് എന്ന് പറയുന്ന സാധനത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, ആ ഒരു ടിഷ്യൂ അതിലേക്കൂടി പോകുന്നില്ല. അതുകൊണ്ട് രക്തക്കുഴലുകൾ പോകാതെ കൊണ്ടാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അതിന് താങ്കൾക്ക് എന്നെയും എനിക്ക് താങ്കളെയൊക്കെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചുവന്ന ഒരു ഷെയ്ഡിലായിരുന്നല്ലോ കാണുക. ഇതിന് മാത്രം ഓക്സിജൻ സപ്ലൈ രക്തക്കുഴലുകളിലൂടെ അല്ല. അപ്പോൾ ആ സാധനം ഡ്രൈ ആയി പോകാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എപ്പോഴും നനഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അതില്ലായിരുന്നെങ്കിൽ നമ്മുടെ കണ്ണ് ഉണങ്ങിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നനച്ച് തുടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മളൊരു വൈപ്പർ കൊണ്ട് തുടക്കുന്ന പോലത്തെ സംഭവമാണ് നടക്കുന്നത്, നനഞ്ഞ തുണി കൊണ്ട് തുടക്കുന്നത് പോലെ. അപ്പോൾ നമ്മുടെ കൺപോളകളുടെ ഉള്ളിൽ നിന്ന് കുറച്ച് സ്രവം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളത് തുടച്ച് നനച്ചുകൊണ്ടിരിക്കും. അതേസമയം ഇതെല്ലാ ജീവികൾക്കും ഉണ്ട്. അതിനെ നമുക്ക് കണ്ണീര് എന്ന് വിളിക്കാൻ പറ്റില്ല, കണ്ണ് തുടക്കുന്ന ദ്രാവകം എന്നേ പറയാൻ പറ്റൂ. അതെല്ലാ ജീവികൾക്കും ഉള്ളതാണ്. അതേസമയം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ണീർ ഗ്രന്ഥി എന്ന് പറയുന്ന സാധനം സാധാരണ സമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ദ്രാവകം അല്ല. ആ സമയത്ത് മാത്രം നമുക്ക് ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലതരത്തിലുള്ള ഹോർമോണുകൾ അടക്കം ഉള്ള ഒരു ദ്രാവകമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അതിൻ്റെ ഉൽപ്പാദനം, പ്രൊഡക്ഷൻ നമ്മൾ പല വിധത്തിലുള്ള ടെൻഷനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതായത് ആ ഹോർമോണുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആനകളെ പോലെയുള്ള ജീവികളുടെ ഒക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അവരുടെ ഒക്കെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്നത് സാധാരണഗതിയിലുള്ള കണ്ണിനെ നനച്ച് തുടക്കാനുള്ള ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു ദ്രാവകം മാത്രമാണ്. അല്ലാതെ ഇമോഷണലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പറഞ്ഞ ഏതെങ്കിലും വിധത്തിലുള്ള ഹോർമോണുകളൊന്നും അതിലുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആനക്ക് കരയാറില്ല, അതായത് സങ്കടം കൊണ്ട് കരയാറില്ല എന്ന് പറയാം. അപ്പോൾ കണ്ണീരിൻ്റെ പുറത്തേക്ക് വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടാണ് നമ്മളെപ്പോഴും പറയാറ് ആനയും കരയുന്നുവെന്ന്. സദാസമയം ആനയുടെ കണ്ണിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിൽ ആവശ്യത്തിലധികം വെള്ളം വരികയാണെങ്കിൽ ഏതും കാരണം ഇമോഷണലായിട്ട് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് കണ്ണീർ ഗ്രന്ഥികൾ വെള്ളം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ അധികമുള്ള വെള്ളം, സാധാരണഗതിയിൽ നമ്മുടെ കണ്ണിൽ വരുന്ന വെള്ളം എക്സസ് ആയിട്ട് വരുന്നതും അഴുക്കുകളെയും ഒക്കെ കണ്ണിൻ്റെ മൂലക്കുള്ള കനാലിക്കുലേ എന്ന് പറയുന്ന ചെറിയ കുഴലിലൂടെ നമ്മുടെ മൂക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി നമ്മുടെ മൂക്കിലേക്ക് എത്തുകയാണ്. നമ്മുടെ കണ്ണിൽ മരുന്നൊക്കെ ഉറ്റിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മൂക്കിലും വായിലും ഒക്കെ എത്തുന്നത് അതുവഴിയാണ്. ആനക്ക് അങ്ങനെയുള്ള ഒരു കനാലിക്കുലയില്ല. അതായത് കണ്ണിൽ നിന്നും മൂക്കിലേക്ക്, അതായത് മൂക്കെന്ന് പറയുന്നത് തുമ്പിക്കൈയിലേക്കൊരു കുഴലില്ല. അതുകൊണ്ട് ആനയുടെ കണ്ണ് തുടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആന കണ്ണിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന അധികമായിട്ട് വരുന്ന വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ കണ്ണിൻ്റെ കോണുകളിൽ എപ്പോഴും നനഞ്ഞു കിടക്കുന്നുണ്ടാവും. അവിടെ ഒരു പൂപ്പലൊക്കെ പിടിച്ചിട്ട് വെളുത്ത പാടമൊക്കെ കാണാം. അതെപ്പോഴും ഉള്ളതാണ്, അല്ലാതെ ആന കരയുന്നതല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആയിട്ട് ആൾക്കാർ പറയാറുണ്ട്. ആനക്ക് ഇമോഷൻ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഇമോഷനൊക്കെ ഉണ്ടാവാം. പക്ഷെ ആനക്ക് ഇമോഷൻ ഉണ്ടായാലും കരയാനുള്ള കഴിവില്ല. അത് മനുഷ്യർക്ക് മാത്രമുള്ളതായിട്ടാണ് ഇതുവരെ തെളിഞ്ഞിരിക്കുന്നത്. ഈ മതമിളകിയ ആനയെ തളക്കുക എന്നും അതുപോലെ മയക്കുവടി വെച്ച് ഒതുക്കിയിടാറുണ്ടല്ലോ. അപ്പോൾ എന്താണ് ആ സമയത്ത് ആനക്ക് സംഭവിക്കുന്നത്? ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താണ്? മതം ഇളകുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മയക്കുവെടി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളതാണ്. വെടി എന്നുള്ള ഒരു വാക്ക് അതിൻ്റെ കൂടെ വെച്ചത് കൊണ്ട് തന്നെ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ബുള്ളറ്റൊക്കെ നിറച്ച് അല്ലെങ്കിൽ ഒരു ആനയെ വെടിവെക്കുന്ന ഒരു ഫീലാണ് അത് കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ
ഡോക്ടർ അരുൺ സക്കറിയ വീണ്ടും രണ്ടാമതും വെടിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു തൂക്കമായിട്ട് പഴയ വെടിക്കാരെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ആനയൊക്കെ കൊന്നിരുന്ന ഏതോ ആൾക്കാരുടെ ഒരു ഇമേജാണ് വരുന്നത്. അദ്ദേഹം വളരെ സയൻറ്റിഫിക്കായിട്ട് ഇതിന് വേണ്ട ഒരു മരുന്ന് കുത്തിവെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് അടുത്ത് പോയിട്ട് കുത്തിവെക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പ്രൊജക്റ്റൈലായിട്ടുള്ള ഒരു സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത് പോകാവുന്നതിൻ്റെ പരമാവധി അടുത്ത് കൊണ്ടുപോയിട്ട് എറിഞ്ഞു പിടിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഈ വെടിവെക്കുക എന്നുള്ളതിന് പകരം എറിഞ്ഞു കൊള്ളിക്കുക എന്ന് മാത്രമേ വേണ്ടൂ. അത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെടി എന്നുള്ള ഒരു പ്രയോഗത്തിന്റെ ആ തീവ്രത കുറയുമായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതിൽ സൈലസിൻ, കിറ്റാമിൻ എന്നൊക്കെ പറയുന്ന മരുന്നുകളാണ് ഉപയോഗിക്കുക. അതായത് ഡിപ്രസൻറ്റുകളായിട്ട് ഇതിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറയ്ക്കുക. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അത് അല്പം സൈലൻ്റ് ആവും. അതാണ് സാധാരണ ചെയ്യുക. അതിൻ്റെ അളവ് നോക്കിയിട്ട് ചെയ്യുക. പൂർണ്ണമായിട്ടും ആനയെ മയക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന വീണു പോകും. അപ്പോൾ വീണു പോയാൽ ഉണ്ടാകുന്ന അപകടങ്ങളിലോട് തന്നെ ഈ മരുന്നുകളുടെ അളവുകൾ കൃത്യമായിട്ടുള്ള അളവിലായിട്ട് ആന ബോധത്തോടെ നിൽക്കുന്നു. പക്ഷെങ്കിൽ നടക്കാൻ പറഞ്ഞാൽ നടക്കും, പക്ഷേ മറ്റ് ചുറ്റുപാടുകളൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാക്കിയാണ് ആനകളുടെ കാര്യത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആന കണ്ണൊക്കെ കെട്ടിയിടുകയൊക്കെ മൂടിയൊക്കെ വെക്കുന്നത്. കാഴ്ചകളോടൊക്കെ അത് പ്രതികരിച്ച് കളയും. അതേസമയം അത് നിൽക്കുകയും ചെയ്യും. കുങ്കിയാനകൾ പുറകിൽ നിന്നും തട്ടുമ്പോൾ അത് പതുക്കെ നടക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മയക്കുവെടികൾ. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ആനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എപ്പോഴും തെറ്റിദ്ധാരണകൾ. പക്ഷെ അതിൻ്റെ ഡോസ് മാറുകയോ അളവ് കൂടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞ് ഈ എന്തെങ്കിലും അപകടമൊക്കെ വരാൻ പറ്റും. ഈ ഒരു മൊമെന്റിനെ കുറിച്ച് ആനക്ക് പിന്നീട് ഓർമ്മ ഉണ്ടാവുമോ? കാരണം പാപ്പാനെ തന്നെ കുത്തിക്കൊല്ലുന്ന സാഹചര്യം എന്നൊക്കെ പറയുന്നത് അതാണ് പറഞ്ഞത്. ആനയുടെ ഓർമ്മകൾ, ആനയുടെ ബുദ്ധി, അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും ധാരണയില്ല. പക്ഷെ എങ്കിൽ കുറേ അതിശയോക്തിപരമായിട്ടാണ് പറയുന്നത്. ആന പക എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതായിട്ട് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ആനക്ക് അങ്ങനെ പകയൊന്നുമില്ല. അതേസമയം അത് പ്രതികരിക്കും, ആളെ തിരിച്ചറിയുകയൊക്കെ ചെയ്യും. പൂർണ്ണമായിട്ടും ആളെ തിരിച്ചറിയില്ല, പുതിയ ആളാണെന്ന് പറയാൻ പറ്റില്ല. പല ജീവികൾക്കും അങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവ് പല വഴികളിലൂടെയുണ്ട്. ഉദാഹരണത്തിന് കഴുതകൾ, നമ്മൾ കഴുതകളെ മണ്ടന്മാരായിട്ട് എപ്പോഴും പറയുമ്പോഴും ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിൽ പെട്ടത് ഒന്നാണ് കഴുത. കഴുതക്ക് അതിൻ്റെ ഏതെങ്കിലും കാലത്ത് അതിനെ പോറ്റിയ ഒരാൾ, ഭക്ഷണം കൊടുത്ത ഒരാളെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചറിയാൻ പറ്റുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ അത് നടന്ന വഴികളൊക്കെ കഴുതകൾക്കാണ് കൂടുതലായിട്ട് ഓർമ്മിക്കാൻ പറ്റുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴി പോലും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതേ വഴിയിലൂടെ തിരിച്ചു വരാനൊക്കെ പറ്റും. പഴയ നമ്മുടെ സിൽക്ക് റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ മരുഭൂമിയിലൊക്കെ വഴിതെറ്റിപ്പോയാൽ അവരുടെ കൂട്ടത്തിലുള്ള കഴുതകളായിരിക്കും പലപ്പോഴും ഇവരെ കച്ചവട സംഘങ്ങളെ രക്ഷിക്കാറ് എന്ന് പറയാറുണ്ട്. അവർക്ക് ആ കഴുതക്ക് കൃത്യമായിട്ട് വണ്ട് വന്ന വഴി, അതിലെ കാലടിപ്പാതകളൊക്കെ അടയാളങ്ങളൊക്കെ മാഞ്ഞു പോയാൽ പോലും കണ്ടുപിടിച്ച് ഓർത്തു പോകാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ഇതുപോലെ ആനകൾക്കും പഴയ സ്ഥലങ്ങൾ, അവ തീറ്റ നേടിയ സ്ഥലങ്ങളൊക്കെ ഓർമ്മിക്കാൻ പറ്റും. അവയെ ആക്രമിച്ച ആൾക്കാരെ മുഖം തിരിച്ചറിയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഇത് മനുഷ്യരാണ് ആക്രമിക്കുന്നതെന്ന് അതിന് തിരിച്ചറിയാൻ പറ്റും. ആൾക്കാരുടെ ഗന്ധം ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെ പക എന്ന് പറയാൻ പറ്റില്ല. അതിന് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതോട് ഉള്ള ദേഷ്യങ്ങൾ അവ പ്രകടിപ്പിക്കാറുണ്ട്, ചിലപ്പോഴുണ്ടാവും. ഈ കാട്ടാന ആക്രമണം പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു ഡിസ്കഷൻ ഇപ്പോൾ നിലനിൽക്കുന്നതാണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നു എന്നുള്ള കാരണം? ആന പുറത്തിറങ്ങുക എന്ന് പറയുന്നത്, പുറം അകം എന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ്. അതായത് ആനയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോർഡർ കൊടുത്തിട്ട് ഇതിൻ്റെ അപ്പുറം നിന്റെ സ്ഥലമല്ല, ഇതിൻ്റെ അപ്പുറം ഞങ്ങളുടെ സ്ഥലമാണെന്ന് മനുഷ്യൻ പറയുന്നതാണ്. ആനകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമുള്ള സ്ഥലം മുഴുവൻ അവരുടേതാണ്. ഭക്ഷണം അന്വേഷിക്കുക എന്നുള്ളതാണ്. ആനയ്ക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആനയുടെ വലിയ വയറാണ്. ആനയുടെ വയറിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഹിൻഗട്ട് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ദഹന പ്രക്രിയയാണ്. നമ്മുടെ പോലെയുള്ള കഴിച്ച ഭക്ഷണം മുഴുവനായിട്ട് നമുക്കിപ്പോൾ രാവിലെ കഴിച്ച ഭക്ഷണം കൊണ്ട് ഉച്ചവരെ സുഖമായിട്ട് ജീവിക്കാം. ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ 4 ഇഡ്ഡലിയും ഒരു ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെയാണ്. നമുക്ക് അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് ആ ഫുഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പരമാവധി ഗ്ലൂക്കോസ് ഉണ്ടാക്കി നമുക്ക് വേണ്ട എനർജി നൽകാൻ പറ്റുന്നതാണ്. ആനകൾക്ക് നമ്മുടെ വയറ്റിന് അത് ദഹിപ്പിക്കാൻ പറ്റുന്നതാണ്. ആനകൾക്ക് അങ്ങനെയുള്ള സംവിധാനം ഇല്ല. ഹിൻഗട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ദഹനം എന്ന് പറയുന്നത് നമ്മുടെ പോലെ ചോറ് കൊടുത്താലും ആനക്ക് നമ്മൾ കഴിച്ച ചോറ് പോലെ അല്ല അത് പ്രവർത്തിക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ച പോലെ ചോറ് ദഹിച്ച് ഉടനെ ഗ്ലൂക്കോസ് കിട്ടില്ല അതിന്. അത് ഫെർമെൻ്റാണ് ചെയ്യിക്കുന്നത്. അതായത് ഒരു തരം കിണ്വനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ചില ഘടകങ്ങളാണ് അവരുടെ ഭക്ഷണമായിട്ട് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ കിലോ കണക്കിന് പച്ച ഇലകളും തണ്ടും ചിലപ്പോൾ തൊലിയും ഒക്കെ ഇതിന് ഭക്ഷിക്കേണ്ടി വരും. എന്നിട്ടും അതിൻ്റെ 3/4 ഭാഗം ദഹിക്കാതെയാണ് പുറത്തേക്ക് പോവുക.
അതായത് അതുകൊണ്ടാണ് ആനപ്പിണ്ടം എന്ന് പറയുന്നത് ഇത്രയും വലിയ അളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വയറ് നിറക്കാൻ മണിക്കൂറുകളോളം ഭക്ഷണം തേടി നടക്കണം. അതും ആവശ്യമായിട്ടുള്ള ചില സമയങ്ങളിൽ ഇവർക്ക് കൂടുതൽ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ് വേണം. അതൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് അത് ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലം പുറത്ത് കാണുന്നു. ഉദാഹരണത്തിന് നമുക്ക് അതിന് ഭക്ഷണം കുറേ ഇലകൾ അല്ലെങ്കിൽ വാഴയിലകളോ അല്ലെങ്കിൽ തെങ്ങിലകളോ തിന്നാൽ നല്ലതാണ്, പെട്ടെന്ന് തന്നെ വയറ് നിറയുന്നുണ്ടോ. അതേസമയം അതിന് കാട്ടിലാണെങ്കിൽ എത്രയോ സമയം നടന്ന് പുല്ലൊക്കെ കൈകൊണ്ട് പറിച്ച് അതിൻ്റെ മണ്ണ് മുഴുവൻ ഉടഞ്ഞ് കളഞ്ഞ് എന്നിട്ടാണ് കഴിക്കുക. അതിന് പകരം ഒന്നിച്ചിട്ട് ഒരു അരമണിക്കൂർ ശ്രമിച്ചു കഴിഞ്ഞാൽ വയറ് നിറക്കാൻ പറ്റുന്ന ഒരു സാധനം തൊട്ടപ്പുറത്ത് കാണുകയാണ്. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രൗണ്ട് മുഴുവനായിട്ട് പല സ്ഥലത്തായിട്ട് നമ്മൾ കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് നോക്ക്. ഇതൊക്കെ പെറുക്കി തിന്ന ഒരു കുട്ടിയോട് പറയുന്നു, ഇപ്പുറത്ത് അവന് വിശക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു പാത്രത്തിൽ കപ്പലണ്ടിയും വെച്ചിട്ടുണ്ട്. ഇവന് ഏതാണ് എടുത്ത് തിന്നുക? ഈ ഓരോ കപ്പലണ്ടി പെറുക്കി ഒരു ഗ്രൗണ്ടിൽ മുഴുവൻ തിന്ന് അവൻ്റെ വയറ് നിറക്കാൻ 1-2 മണിക്കൂർ വേണം. അതേസമയം പാത്രത്തിലുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വിരിച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി മുഴുവൻ എടുത്ത് തിന്നാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തിന്നാം. പക്ഷേ ഇത് കപ്പലണ്ടി പൊറുക്കി തിന്നുമ്പോൾ ചിലപ്പോൾ ഏറ് കിട്ടും, അടി കിട്ടും ഒക്കെ ഉണ്ടെങ്കിലും ആരും കാണാതെ പെട്ടെന്ന് വയറ് നിറക്കാൻ പറ്റുമെങ്കിൽ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി എന്ത് ചെയ്തിരിക്കും? ഈ കപ്പലണ്ടി അവിടെ കൂട്ടി വെച്ചിരിക്കുന്ന കപ്പലണ്ടി. ഇതാണ് ആന ചെയ്യുന്നത്. ആനയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അറിയാം അനുഭവങ്ങളിലൂടെ, ഇത് വേറെ ആരോ കൃഷി ചെയ്തതാണെന്ന് പോലും അതിനറിയാം. ആക്രമിക്കും, ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാകുന്നുണ്ടാവും എന്നൊക്കെ പോലും അറിയുമായിരിക്കും. പക്ഷെ ആനയെ സംബന്ധിച്ചിടത്തോളം റിസ്ക് എടുത്തുകൊണ്ടായാൽ പോലും പെട്ടെന്ന് വയറ് നിറക്കാനുള്ള ഒരു ഉപാധിയാണ്. അപ്പോൾ നമ്മളുടെ കൃഷിരീതി ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇനി ആനക്ക് പൂർണ്ണമായിട്ടും കാട്ടിൽ ഭക്ഷണം കിട്ടാതെ എന്ന് പറയാൻ പറ്റില്ല. ആനക്ക് ഭക്ഷണമുണ്ട്, പക്ഷെ തേടി നടക്കേണ്ട സമയം കൂടുതലാണ്. എല്ലാവരും നമ്മൾ അതാണല്ലോ ആലോചിക്കുക. കുറേ മണിക്കൂറുകൾ അധ്വാനിച്ചിട്ട് ഒരു ഫലം കിട്ടുന്നതിലും എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നു. പിന്നെ കാട്ടിലുള്ള സ്വാഭാവികമായിട്ടുള്ള മുള അതുപോലെയുള്ള ഈറ്റകളുടെ ഒക്കെ കുറവ്, സെന്ന പോലെയുള്ള ഇൻവേസീവായിട്ടുള്ള പ്ലാന്റുകൾ കൂടിയത് ഒക്കെ പല കാരണങ്ങൾ പറയും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ്. പക്ഷെ എങ്കിലും നമ്മളെ കാടുകളിലൊക്കെ വനം വകുപ്പൊക്കെ കുളങ്ങൾ കുഴിച്ചും അതിൽ വെള്ളം എത്തിച്ചിട്ടുമൊക്കെ ആനകൾക്ക് കുടിക്കാനുള്ള സൗകര്യം എടുക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള കണക്ക് പ്രകാരമൊക്കെ തന്നെ ആനകളുടെ എണ്ണം കൂടുതലാണ് നമ്മുടെ ഒരു ഏരിയയിൽ. അതായത് കേരളത്തിലെ ആന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 3 സ്റ്റേറ്റിൻ്റെയും കൂടിയിട്ടുള്ള ഒരു വലിയൊരു ഏരിയ ഉണ്ട്. അത് അവരൊക്കെ ഈ ചില കാലയളവിൽ വലിയ മൈഗ്രേഷൻ പോലെ തന്നെ സംഭവിക്കും. അപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തികളിലോട്ട് കൂടുതൽ പച്ചപ്പും വെള്ളവും ഒക്കെ ലഭിക്കുന്ന സമയമാകുമ്പോൾ ബാക്കിയുള്ള ആനകളൊക്കെ ഇങ്ങോട്ട് വരുന്നു. അവർ തമ്മിലുള്ള ഭക്ഷണത്തിനുള്ള മത്സരം വരുന്നു. അപ്പോൾ അതിൽ കരുത്തരായിട്ടുള്ള അല്ലെങ്കിൽ ചില സ്വഭാവത്തിൽ തന്നെ ചില വ്യത്യാസമുള്ള ചില ആനകളുണ്ട്, കൊമ്പന്മാരൊക്കെ. അവർ പുറത്തൊറ്റക്ക് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇങ്ങനെ കാട്ടിൽ മുഴുവൻ തെണ്ടി നടന്ന് ഭക്ഷണം കഴിക്കുന്നത്? പുറത്ത് നല്ല ഭക്ഷണം ഉണ്ടല്ലോ, പെട്ടെന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവർ പോകുന്നു. അതുകൊണ്ട് ആണ് കൂടുതലായിട്ട് ആന ഇറക്കങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഒരു നിരീക്ഷണം. ആന എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടൻ ഡ്രൈ ആയിട്ട് പറയാൻ പറ്റില്ല. ആനകൾ ഇനിയും ഇറങ്ങിക്കൊണ്ടിരിക്കും, കൂടുതൽ പുറത്തേക്ക് തന്നെ അവ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സഞ്ചാരത്തിനിടക്കാണല്ലോ ഈ ആക്രമണം നടക്കുന്നത്, മനുഷ്യന്മാരെ കൊല്ലുന്നത്. ശരിക്കും അത് ഏത് കാരണം കൊണ്ടായിരിക്കും ആന പ്രകോപിതരാകുന്നത് എന്നുള്ളത്? ആന ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു മൃഗമാണ്. കാട്ടിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള മൃഗങ്ങളിൽ ഒന്നുകൂടിയാണ് ആന. നമ്മൾ അതിനെ വളരെ ഗ്ലോറിഫൈ ചെയ്തിട്ട് കാൽപ്പനികമായിട്ട് നാട്ടാനകളുടെ മഹത്വമൊക്കെ പറയുമ്പോഴും കാട്ടിൽ ആന എന്ന് പറയുന്നത് വളരെ പ്രശ്നമുള്ള മൃഗം തന്നെയാണ്. അത് വെറുതെ വന്ന് ആക്രമിക്കുമെന്നല്ല പറയുന്നത്. ആനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് അവർ കണക്കാക്കുന്ന അവർക്ക് അപകടകരമാകുമെന്നുള്ള ഭയം ഉള്ള അടക്കം. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ നിസ്സാരനായിട്ടുള്ള ജീവിയാണെന്ന് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ ആനയുടെ മുമ്പിൽ. പക്ഷെ ആന കരുതുന്നത് നമ്മളും പ്രശ്നക്കാരൻ തന്നെയാണ്. ആനക്ക് പിന്നെ മുന്നനുഭവങ്ങൾ ഉണ്ടാകാം ആനകളെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യരെന്ന് പറയുന്ന ഇരുകാലി മൃഗം അവരെ ആക്രമിച്ചിട്ടുണ്ടാവും മുന്നേ പല കാരണങ്ങൾ കൊണ്ട്. കൃഷിയിടങ്ങളിൽ നമ്മൾ നശിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിച്ച് പടക്കം എറിഞ്ഞിട്ടുണ്ടാവും, കല്ലെടുത്തെറിഞ്ഞിട്ടുണ്ടാവും, പെല്ലറ്റുകൾ വിട്ടിട്ടുണ്ടാവും, വെടിവെച്ചിട്ടുണ്ടാവും. ഇതൊന്നും ആനകളുടെ ഓർമ്മകൾ ഇല്ലാതിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള മുന്നനുഭവങ്ങളുള്ളതുകൊണ്ട് തന്നെ ആനകൾക്ക്, മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള മുന്നനുഭവമുള്ള ആനകൾക്ക് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് കൈമാറുമെന്നും പറയുന്നു പല അറിവുകളും. അതായത് ആനകളെ നമുക്കറിയാം, ആന വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. കാരണം നമുക്കിപ്പോഴുള്ള പ്രതിസന്ധികൾ, ആനകളെ എങ്ങനെയാണ് കാട്ടിനുള്ളിൽ ഒതുക്കി നിർത്താൻ പറ്റാതെ ഒരു കാരണം ആനയുടെ ബുദ്ധിയാണ്. കാരണം നമ്മൾ കിടങ്ങ് പിടിഞ്ഞാൽ ആ കിണങ്ങ്
പൊളിക്കാൻ, അത് എങ്ങനെയാണ് ഇടിച്ചിട്ട് കിടങ്ങിൻ്റെ ആഴം കുറച്ച് അതിൽ നിന്ന് കയറാമെന്ന് ആന വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും. നമ്മൾ വൈദ്യുതി വേലികൾ പണിതാൽ അതിൽ നിന്ന് കറണ്ട് എന്ന് പറയുന്ന സാധനമൊക്കെ നമുക്ക് മനസ്സിലാകുന്ന പോലെ തന്നെ ആനക്ക് മനസ്സിലാവും. അതെങ്ങനെ വേറെ മരം കൊണ്ട് ഇടിച്ച്, ഉണങ്ങിയ മരം കൊണ്ട് ഇടിച്ച് അത് പൊട്ടിച്ചിട്ട് അപ്പുറം കടന്നു പോകാമെന്ന് ആന വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും. നമ്മൾ തേനീച്ച വേലികൾ ഉണ്ടാക്കാൻ നോക്കും. ആഫ്രിക്കൻ ഒക്കെ പ്രയോഗിച്ചതാണ്. നമ്മളിവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു കാലം അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആന വരാതിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ആന പഠിച്ചെടുക്കും. ഈ തേനീച്ച നമ്മൾ ഡൊമസ്റ്റിക് കയറ്റി ചെയ്ത നമ്മുടെ സാധാരണമുള്ള വന്യമായിട്ടുള്ള ഈച്ചയല്ല, അത് എന്നെ ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് കൂളായിട്ട് അതിൻ്റെ ഇടയിലേക്ക് കൂടി പോകും. അപ്പം ആന ഇങ്ങനെ പഠിച്ചെടുക്കുന്ന ഇത്രയും കഴിവുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ആനക്ക് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ വാഹനങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കുന്നതിനറിയാം. വാഹനങ്ങളുടെ ഭാരത്തെ പറ്റിയിട്ട് അതിന് ധാരണമുണ്ട്. അതേപോലെ കുറേ കാര്യങ്ങൾ ആനക്ക് മനസ്സിലാകുന്നതാണ്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആനക്ക് മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ ആനയുടെ ഒരു റേഞ്ചിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എത്തിപ്പോയാൽ ആന നമ്മളെ കൊല്ലണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആന വെറുതെ മോക്ക് ചാർജ് അല്ല ചെയ്യുക, ശരിയായ ചാർജ് ആയിരിക്കും. അത്തരത്തിലുള്ള ചാർജിൽ നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. ആന ഏത് വഴിയിലൂടെ നമ്മൾ കരുതുന്ന സ്റ്റെപ്പെന്നോ ഇടുങ്ങിയ വഴിയെന്നോ ഒന്നും അതിന് പ്രസക്തിയില്ല. ആന വന്നിരിക്കും നമ്മളെ. അതായത് ആനയുടെ വലിപ്പം ഒരു പ്രധാനമാണ്. തുമ്പിക്കൈ കൊണ്ട് ഒരു തട്ട് കിട്ടിയാൽ തന്നെ നമ്മൾ ചത്തുപോകും. നമ്മൾ കരുതുക ആനയുടെ തുമ്പിക്കൈയൊക്കെ നമ്മൾ പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ആന ആ കൈ കൊണ്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ അത്രയധികം ഫോഴ്സ് ഉണ്ട് അതിന്. അപ്പോൾ ആനയുടെ കാലോ കയ്യോ എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് അത്ര മതി. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ കൊമ്പ് കൊണ്ട് കുത്തി നമ്മളെ പറിക്കുകയോ ചവിട്ടി അരക്കുകയോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ ഒരു വാരിയല്ലോ ഒക്കെ പൊട്ടാനോ അത് ഇടിച്ച് നമ്മുടെ ശ്വാസകോശത്ത് കയറാനോ ഹൃദയത്തിലേക്ക് കൊള്ളാനോ ഒന്നും വലിയ പാടില്ല. അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് വളരെ വന്യമായിട്ടുള്ള മൃഗമാണ്. അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ആൾക്കാരൊക്കെ പലപ്പോഴും നമ്മുടെ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ റോഡിൽ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിപരമല്ലാത്ത കാര്യമാണ്. ആന ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വലിയ മാർഗമില്ല. ഈ ആനയുടെ ഒരു സഞ്ചാര രീതി എങ്ങനെയാണ്? ഒരു കാട്ടിൽ നിന്ന് എത്ര ദൂരം വരെ പുറത്തേക്ക് പോകാം? ഭക്ഷണം തേടി പിന്നെ തിരിച്ചു വരുന്ന രീതി ഉണ്ടോ? അതായത് ആനത്താരകൾ ഇത് നമ്മൾ പണ്ടേ പറയുന്നത്. ഇപ്പോഴുള്ള പല നമ്മുടെ മലമ്പ്രദേശങ്ങളിൽ റോഡുകൾ പഴയ ആനത്താരകളായിരിക്കും എന്നാണ്. അതായത് ആനക്ക് നടന്നു പോകാൻ, ആനക്കൂട്ടങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു പുഴയിലേക്ക് അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് അവരുടെ കൂട്ടം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് പോയിക്കൊണ്ടിരുന്ന വഴികളായിരിക്കും ആനത്താരകൾ എന്ന് പറയുക. അവയെ പിന്നീട് നമ്മൾ ആ കാടൊക്കെ പോയപ്പോൾ പരിഷ്കരിച്ചിട്ടുണ്ടാക്കിയതാണ് നമ്മുടെ പല റോഡുകളും അങ്ങനെയുള്ള സ്ഥലം. അപ്പോൾ ആ റോഡുകൾ വഴികളൊക്കെ ഇവർക്ക് തലമുറകളിലേക്ക്, അടുത്ത തലമുറകളിലേക്ക് അടക്കം ഓർമ്മ കൈമാറാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. ആനകൾ സഞ്ചാരം എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള സഞ്ചാരമുള്ള ആനകളെയൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കോളർ ചെയ്ത ഒരു ആനയെ ആന്ധ്ര വരെ പോയതായിട്ടുള്ള തെളിവുകളുണ്ട്. അത്രയും ദൂരത്തേക്ക് ഇത് പോയിട്ടുണ്ട്. കുറേ നാൾ അതിനെ കാണാതെ ഒറ്റക്ക് ആ ഒരു കൊമ്പൻ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അത് തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ആനകളുടെ സഞ്ചാരം സാധാരണഗതി അവരുടെ ഒരു ടെറിട്ടറി എന്ന് പറയുന്ന ഭക്ഷണം തേടുന്ന ഒരു ടെറിട്ടറിയാണ്. അത് ഭക്ഷണ ലഭ്യത കുറയുന്നതിനനുസരിച്ചിട്ട് ഈ പെണ്ണാനകളുടെ സംഘങ്ങൾ, പിടിയാനയും അതിൽ കുറേ പെൺ ആനകളും കുഞ്ഞുങ്ങളും ഒക്കെ കൂടി ഒരു സംഘമായിട്ടാണല്ലോ ഇവർ പോവുക. അപ്പോൾ അവർ ഇടയ്ക്ക് ഭക്ഷണ ലഭ്യതക്കനുസരിച്ച് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും അതേപോലെയുള്ള ഒരേ ക്ലാനുകളിലുള്ളവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടും. അതായത് ഒരു കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു, വലിയ സംഘമാകുമ്പോൾ ചിലപ്പോൾ വേർതിരിഞ്ഞു, വീണ്ടും അവർ ഒന്നിച്ചു ചേരും. ഭക്ഷണം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് കുറേ കാലം കഴിയും. അപ്പോൾ അവരുടെ സഞ്ചാരം പല മേഖലകൾ, ഇപ്പം നമ്മുടെ ഇവിടെയുള്ള നീൽഗിരി ബയോസ്ഫിയർ എന്ന് പറയുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ആനകളുടെ സഞ്ചാരം പറയാൻ പറ്റില്ല. ഈ അരിക്കൊമ്പൻ്റെ വിഷയത്തിൽ ഉൾപ്പെടെ ആനപ്പക അതുപോലെ ആനയുടെ വൈകാരികത പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നല്ലോ. ആന തിരിച്ചു വരും എന്നുള്ളതും അതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥകളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആനയുടെ ഈ വൈകാരിക തലം, കുടുംബം, അത്തരം കാര്യങ്ങളൊക്കെ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? അതായത് ഏറ്റവും കൗതുകരമായിട്ടുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ് ആനയുടെ, അതായത് അരിക്കൊമ്പൻ വിഷയത്തിലാണ് ഞാൻ കാര്യമായിട്ട് ആനയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് തന്നെ. അതിനു മുമ്പ് ആനയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ പിന്നീട് കുറച്ചുകൂടി ആഴത്തിൽ ആനയുടെ സ്വഭാവവും അതൊക്കെ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ആ സമയത്ത്. കാരണം ഒന്ന്, ആ സമയത്ത് ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന അല്ലെങ്കിൽ ഏതോ ഒരു ആന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഏതെങ്കിലും വിധത്തിലുള്ള ദുസ്സഹമാക്കുമ്പോൾ അതിനെ ആ ഒരു സ്ഥലത്ത് നിന്നും
വേറൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം സർക്കാരിൻ്റെയും പൊതുജനത്തിൻ്റെയും ഒരു ആവശ്യമായിട്ട് വരികയില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴേക്ക് പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അന്നത്തെ ഒരു അനുഭവമുണ്ട്, വളരെ വൈകാരികമായിട്ട്. അതായത് ഭാര്യയും മക്കളും ഒക്കെ കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന നമ്മളെയൊക്കെ പോലെയുള്ള ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥനെ ഏതെങ്കിലും മറ്റേ ടാഡയോ അതുപോലെയുള്ള ഏതെങ്കിലും ഗുണ്ടാ നിയമപ്രകാരം പോലെ പോലീസ് പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് വേറെ ഏതോ സ്റ്റേറ്റിൽ കൊണ്ടുവിടുന്നത് പോലെ ആണ് ആൾക്കാർ ഇതിനെ അപ്പോൾ പറഞ്ഞത്. അതായത് അരിക്കൊമ്പൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റുന്നു. അതിന് ആ ഒരു തീവ്രമാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു കാൽപ്പനിക തീവ്രതയോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ട് കരിക്കൊമ്പൻ്റെ ചെറുപ്പകാലത്തെ കഥകൾ കൂടി അപ്പോഴും പറയാൻ തുടങ്ങി. അതായത് വളരെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചുപോയ ഒരു അനാഥ കുഞ്ഞാണ്. ഓരോ വർഷവും അതേ ദിവസം ഡിസംബർ ഏതോ ഒരു ദിവസം ആ സ്ഥലത്ത് അമ്മ മരിച്ച സ്ഥലത്ത് വന്ന് നിൽക്കുമെന്ന് ഒരാൾ വെറുതെ ഒരു ബൈറ്റ് കൊടുത്തതാണ്, ഒരു തമാശ കൊടുത്തായിരിക്കും ആ മനുഷ്യനോട് ചാനലുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞതായിരിക്കും. അതെ, അത് വളരെ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു നമ്മളെപ്പോലെ തന്നെ. അതായത് ഒരു അനാഥ ബാലനോടുള്ള അമിതമായിട്ടുള്ള മനുഷ്യരോടൊക്കെ ഉണ്ടാകേണ്ട അത് വേണ്ടത് തന്നെയാണ്, ഒരു തരാരിക്കമ്പ എന്ന് പറയുന്ന ഒരു വികാരം. പക്ഷെ ഇത് ആന എന്ന് പറയുന്നതിന് എൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അവിടെ നിന്നും എവിടത്തേക്കും മാറ്റുന്നതിനെതിരെയുള്ള വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം, കോടതിയിലേക്ക് പോക്ക്, അതിനു വേണ്ടിയിട്ടുള്ള ആനക്ക് അരി വാങ്ങാനുള്ള ഫണ്ട് സമാഹരണം തുടങ്ങിയുള്ള വലിയ തമാശകളുണ്ടായി. അപ്പോഴാണ് ഈ നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാട്ടിലെ ആന എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല എന്നുള്ളത് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്നിട്ട് ഇതിനെ നമ്മുടെ മനുഷ്യരെ ആയിട്ടുള്ള കേരളത്തിലെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ജീവൻ പണയപ്പെടുത്തിയിട്ട് ഇതിലുള്ള ഉദ്യോഗസ്ഥർ ഡോക്ടർ അരുൺ സക്കറിയ അടക്കം പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ അടക്കം ഇതിലേക്ക് ശപിച്ചുകൊണ്ടുള്ള 100 കണക്കിന് ആൾക്കാരുടെ കമൻറ്റുകളൊക്കെയാണ് ആ വാർത്തകളുടെ ഒക്കെ അടിയിൽ വരുന്നത്. അപ്പോഴാണ് ആനകളെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. കുടുംബം എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ട് നമ്മളിപ്പം നമ്മുടെ കൺവെൻഷനിൽ ധാരണയുള്ള അണുകുടുംബമേ അല്ല, അത് മെട്രിയാർക്കിക്കൽ സൊസൈറ്റിയാണ്. അതായത് അമ്മ വഴിയാണ് അവരുടെ കുടുംബം ഉള്ളത്. ഒരു അമ്മയും അല്ലെങ്കിൽ ഒരു പെണ്ണാനയും അതിൻ്റെ മക്കളും അവരുടെ കുഞ്ഞുമക്കളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സംഘമായിട്ടാണ് നിൽക്കുക. അതിലേക്ക് പുറത്തുനിന്ന് എപ്പോഴെങ്കിലും ഒരാണാന വന്ന് ഇണചേർന്ന് അത് പോകുന്നു. കൂടാതെ ഈ കൊമ്പനാനകളെല്ലാം പോളിഗമിക്കാണ്. അതായത് ആരൊക്കെ എത്രയോ ആനകളെ അവർക്ക് ഇണചേരാൻ പറ്റും അതിനൊക്കെ ഇണചേരും. അല്ലാതെ ഇത് എൻ്റെ ഭാര്യയാണ്, ഞാൻ എപ്പോഴും ഇവരോടുള്ള ഇഷ്ടം അതേപോലെ തുടരുന്നതാണ് എന്നുള്ള ഒരു മട്ടിൽ ഒരു മൊണോഗമിക്കായിട്ടുള്ള ജീവിയല്ല ആന. അപ്പം അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടപ്പോൾ അരിക്കൊമ്പൻ്റെ ഭാര്യ അവിടെ വിധവയായതുപോലെയൊക്കെ ആയിട്ടൊക്കെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഉള്ള ഒരു കൗതുകം ആനയെ പറ്റിയിട്ട് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടല്ലോ, ആനക്ക് ആനയുടെ വലിപ്പം അറിയില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അത് ഒരു തരം മിത്താണോ, പ്രചാരണമല്ല? ഇതിൽ ആന മറ്റു മൃഗങ്ങളെ പേടിച്ച് ജീവിക്കുന്ന ഒരു മൃഗമാണോ എന്നുള്ളത്? അത് ആനയെ പറ്റി നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേൾക്കുന്ന ആനയുടെ ചെറിയ കണ്ണാണ്, അതുകൊണ്ട് ചെറിയ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ട് ആന അതിന്റെ ശരീരം കാണുന്നില്ല, അപ്പൊ ചെവി മറഞ്ഞുകൊണ്ട് അതിന്റെ വലിപ്പം മനസ്സിലാകുന്നില്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ആനക്ക് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം അതായത് മിററിൽ ഉണ്ടാകുന്ന നമ്മുടെ പ്രതിബിംബങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ജീവികളിൽ ഒന്നാണ് ആന. മറ്റു ജീവികൾക്കൊന്നും അതില്ല. നമ്മൾ പുലിയായാലും കടുവയായാലും പക്ഷികളൊക്കെ നമുക്കറിയാം, നമ്മുടെ കണ്ണാടിച്ചില്ലിൽ വന്നിട്ട് വേറൊരു പക്ഷിയാണെന്ന് വിചാരിച്ചിട്ടാണ് അതിനെ കൊത്തുന്നത്. പൂച്ചയായാലും നമ്മൾ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ വേറൊരു പൂച്ചയോട് അത് ആക്രമിക്കാനൊക്കെ പോകുന്നത്. പക്ഷെ ആനകൾക്ക് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ പ്രതിബിംബമാണ് വെള്ളത്തിലുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത്രക്കും ബോധമുള്ള ആനക്ക് അതിൻ്റെ വലിപ്പം കണ്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ആനക്ക് ആനയുടെ വലിപ്പം അറിയാം. ആനയുടെ വലിപ്പം അറിയുന്നതല്ല വിഷയം. ആനയെ സംബന്ധിച്ചിടത്തോളം അതൊരു കാർണിവോറസ് ആയിട്ടുള്ള ജീവിയല്ല, വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. കടുവ ആനയെക്കാളും വളരെ ചെറിയ ജീവിയാണ്. പക്ഷെ ആനയ്ക്ക് കടുവയെ പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ കൊമ്പൻ ആനകൾക്കല്ല, ആനക്കുട്ടികളെയൊക്കെ ഇത് ആക്രമിക്കുമെന്ന് പെണ്ണാനകൾക്കൊക്കെ പേടിയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലിൻ്റെ കരുത്ത്, ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള മാംസം അടക്കം കൊണ്ടുപോകും. ആനക്കാകെയുള്ളത് ഈ തുമ്പിക്കൈയും കൊമ്പും മാത്രമാണ്, അല്ലെങ്കിൽ കാലും കരുത്തും. ഈ ഒരു കാര്യം കൊണ്ട് പറ്റുന്നതിൻ്റെ പരിമിതികൾ അറിയാം. അതേസമയം അതിൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആനകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം, അടുത്ത തലമുറ. അല്ലാതെ ആന സ്വന്തം ശരീരം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതിനേക്കാളും കൂടുതൽ അവരുടെ ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ പെണ്ണാനകളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ വരുമ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ അപകടപ്പെടുത്തും എന്നുള്ള ഭയമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. കുട്ടി ആനകളെ അവരുടെ സംഘത്തിൻ്റെ നടുവിലൊക്കെ നിർത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നത്. അതായത് ആനകൾ നമ്മളെ ആക്രമിക്കുക എന്ന് പറയുന്നത്
സാധാരണഗതിയിൽ ആനകൾ മനുഷ്യരെ കണ്ടു കഴിഞ്ഞ് ഒഴിഞ്ഞു പോവുകയുള്ള. അതിന് കാരണം ഒരുവിധ എല്ലാ വന്യമൃഗങ്ങൾക്കും മനുഷ്യരെ ഭയമാണ്. കടുവക്കടക്കം മനുഷ്യരെ ഭയമാണ്. അല്ലാതെ നമ്മളെ ആക്രമിക്കാമെന്ന് കരുതുന്നവരല്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഉയരം ഒരു പ്രധാനമാണ്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുള്ള നമ്മുടെ ഒരു പോസ്ചർ എന്ന് പറയുന്നത് പല മൃഗങ്ങൾക്കും ഭയം ഉണ്ടാക്കുന്നതാണ്. കൂടാതെ മനുഷ്യൻ്റെ ശക്തിയെ പറ്റിയിട്ട് ഒരു പ്രാവശ്യം ഈ മനുഷ്യനുമായിട്ട് ഇടപഴകുന്നത് വരെ മൃഗങ്ങൾക്ക് സംശയമുണ്ട്, പല അനുഭവങ്ങളിലൂടെയൊക്കെ. അതുകൊണ്ട് തന്നെ മനുഷ്യരെ കാണുമ്പോൾ അവർ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക. അവർക്ക് അപകടകരമായിട്ടുള്ള, അവർക്കെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അപകടകരമാകുന്ന വിധത്തിലുള്ള അടുത്തോട്ട് സാമീപ്യം വന്നു കഴിഞ്ഞാൽ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് മോക്ക് ചാർജ് ചെയ്യും. അതിൻ്റെ അപ്പുറത്ത് മോക്ക് ചാർജിന് അപ്പുറം വേണമെന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ ശരിയായ ചാർജ് ചെയ്യും. അത് നമ്മുടെ അവസാനം കൂടിയായിരിക്കും. ഈ ആനയുടെ ഒരു ശരാശരി പ്രായം, അതുപോലെ ജീവിതശൈലി, ഉറക്കം, ഇത്തരം കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്? ആനക്ക് നല്ല ഭക്ഷണം കിട്ടുകയാണെങ്കിൽ നല്ല കാലം ജീവിക്കും. നമ്മളെ മനുഷ്യനെ പോലെ തന്നെ വേണമെങ്കിൽ ആയുസ് പറയാം. അത്രയില്ലെങ്കിലും ഒരു 70 വയസ്സൊക്കെ മുകളിലേക്കൊക്കെ പോയെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആനകളുടെ ആയുസിനെ പറ്റിയിട്ട്. 50 വയസ്സ് 60 വയസ്സിൻ്റെ മുകളിലൊക്കെ ആനകൾ ജീവിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ആനയുടെ ഭക്ഷണമാണ്. ഭക്ഷണ ലഭ്യതക്കനുസരിച്ചിട്ട് ആനയുടെ ലൈഫ് സുഖകരമായിരിക്കും. ഏറ്റവും പിന്നെയുള്ള ഒരു കാര്യം, ആനയെ സംബന്ധിച്ചിടത്തോളം പല്ല് എന്ന് പറയുന്നത് മുളച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ അരികിൽ നിന്ന് തള്ളിയിട്ടാണ് വരിക, അടിയിൽ നിന്നല്ല. നമ്മുടെയൊക്കെ പല്ല് പൊഴിഞ്ഞു പോയാൽ 2 പ്രാവശ്യം നമുക്ക് ആദ്യം ഉണ്ടായതിൻ്റെ ശേഷം 1 പ്രാവശ്യം കൂടി നമുക്ക് പല്ല് മുളച്ചു വരും. അതായത് അടിയിൽ നിന്നും പുറത്തേക്ക് വരും. ആനയെ സംബന്ധിച്ചിടത്തോളം അടിയിൽ നിന്നല്ല വരിക, അരികിൽ നിന്നും തള്ളി കൊണ്ടുപോകും. പക്ഷെ കുറേ വർഷങ്ങൾ, അതായത് എത്രയോ സമയം ഇങ്ങനെ ചവച്ചരക്കണം. പനമ്പട്ട പോലെയുള്ള ഉറപ്പുള്ള സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ അരച്ച് കൊണ്ട് തന്നെ ഈ പല്ലുകളുടെ കരുത്ത് പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവയുടെ പല്ല് കൊണ്ട് ചവക്കാൻ പറ്റാത്ത അവസ്ഥയെത്തും. അതായത് ഇളം പുല്ലുകൾ, നാമ്പുകളൊക്കെ മാത്രമേ ചവക്കാൻ പറ്റൂ. അത്തരത്തിലുള്ള ഭക്ഷണം കിട്ടുന്നില്ലെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ദഹിക്കില്ല. ഭക്ഷണം വയറ്റിൽ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ പുറത്തേക്ക് പോയി കളയും. മിനിമം അരക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞിട്ട് ആനകൾ പട്ടിണി കിടന്നാണ് ചാവുന്നത്. അതായത് പല്ലില്ലാതായി കഴിഞ്ഞാൽ പട്ടിണി കിടന്നാണ് ചാവുന്നത്. അതിനു മുമ്പ് ഒറ്റക്കുള്ള ആൺകൊമ്പന്മാർ പലപ്പോഴും പഴയ കാലങ്ങളിൽ വേട്ടകൾ, ഒരു കാലത്ത് എത്രയോ കാലം മുമ്പേ ആനകളെ വേട്ടയാടിയിട്ടുണ്ട്, മാമത്തുകളെ മനുഷ്യൻ വേട്ടയാടിയിട്ടുണ്ട്, മാമത്തുകളെ തിന്നിട്ടുണ്ട് മനുഷ്യൻ നമ്മൾ. അപ്പോൾ പണ്ട് ആനകളെയും മനുഷ്യർ ഭക്ഷണമാക്കിയിട്ടുണ്ടാവാം. അപ്പം ആനകൾ ഒരു കാലത്ത് അവരുടെ പൂർണ്ണമായിട്ടുള്ള ആയുസ് എത്തിയിട്ട് മരിക്കാനുള്ള സാധ്യത കുറവുണ്ടായിരുന്ന കാലം പോലും ഉണ്ടായിരുന്നു. അപ്പോൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും പട്ടിണി കിടന്നിട്ടായിരിക്കും ആനകൾ മരിക്കുക.